എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ട് നമുക്ക് കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെക്കാനും പറ്റും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ ഊറ്റി വെക്കില്ലേ, അങ്ങനെ ഊറ്റി വെച്ച് ഇതിലെ വെള്ളമൊക്കെ മാറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നു. അപ്പോൾ ഇത്രയും മതി ട്ടോ. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ അരിയെല്ലാം നന്നായിട്ട് തന്നെ വറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കണം. ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ വറുത്തെടുത്തുള്ള അരിയുടെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പൗഡർ പോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ടോ ഇതേപോലെ ഇങ്ങനെ നൈസായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാനിലേക്ക് 200 ഗ്രാം ശർക്കരയാണ് ട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ശർക്കരയെല്ലാം മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ശർക്കരയെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി ട്ടോ. ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതി. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ എടുക്കുന്നതിന് മുൻപായിട്ടൊന്ന് അരിച്ചിട്ട് വേണം ട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസ് എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ആവാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇവിടെ കുറച്ച് റൈസൻസും എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഇത് കോരി എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ 2 നേന്ത്രപ്പഴം ദാ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം ട്ടോ എടുക്കാനായിട്ട്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പഴമെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് നേരം ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ഇതെല്ലാം അങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ പീസൊക്കെ അതിലുണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം ദേ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനില്ലേ, ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ട് പഴത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതെല്ലാം ദേ ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ 1/2 കപ്പ് നാളികേരപ്പാലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഇതെല്ലാം ദേ ചെറുതായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി കണ്ടോ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരി വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ ഇങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെരുകിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അത് തന്നെയല്ല നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂസ് റൈസിൻസ് ഇല്ലേ, ഇതിട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ഇതിൽ ബാക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് അരി വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ പഴമൊക്കെ ചേർത്ത് റെഡിയാക്കിയതിൻ്റെ പേരിൽ തന്നെ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. നമുക്കറിയാലോ നമ്മൾ അരി വറുത്തിട്ടൊക്കെ എന്ത് സ്നാക്ക് ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക സ്മെല്ലായിരിക്കുമല്ലേ. അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി കണ്ടോ, നല്ലതുപോലെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ബൗളിലോ ട്രേയിലോ അത് നമ്മുടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ട്രേ ആണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കാഷ്യൂസ് റൈസിൻസ് ഇല്ലേ, അത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ചൂട് പോകുന്നതിന് മുൻപേ തന്നെ വേഗം തന്നെ ഈ ട്രേയിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. നമ്മൾ ലെവൽ ചെയ്തെടുക്കുമ്പോൾ സ്പാച്ചുലയിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും ട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 20 മിനിറ്റൊക്കെ വെച്ചാൽ മതി ട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. പുറത്ത് തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വരും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ലതുപോലെ അത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന അതേ രീതിയിൽ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് നീളത്തിലാണ് ട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഈ ഒരു സ്നാക്ക് നമുക്ക് കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെക്കാനും പറ്റും. കേടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.